വിശദമായ റിപ്പോർട്ടുകളിലേക്ക്. സംസ്ഥാന സർക്കാരിനെയും സിപിഐഎമ്മിനെയും രൂക്ഷമായി വിമർശിച്ച മോദി. സിപിഐഎം കേരളത്തിന്റെ സാംസ്കാരിക പൈതൃകത്തെ തകർക്കുന്നുവെന്നും മോദി. ശബരിമല വിഷയത്തിൽ കോൺഗ്രസിന് 2 നയമെന്ന് പ്രധാനമന്ത്രി. ഇപ്പോൾ വിവരങ്ങളുമായി അഭിറാം ചേരുന്നു. അഭിറാം, ഏറ്റവും പുതിയ വിശദാംശങ്ങൾ എന്തൊക്കെയാണ്? ബിജെപിയുടെ യുവമോർച്ചയുടെ സംസ്ഥാന സമ്മേളനത്തിന്റെ സമാപന യോഗത്തിൽ തീർത്തും രാഷ്ട്രീയമായ പ്രസംഗമായിരുന്നു നരേന്ദ്രമോദി നടത്തിയത്. കേരള ഗവൺമെന്റിനെതിരെയും UDF-നെതിരെയും കടുത്ത വിമർശനം അദ്ദേഹം ഉന്നയിച്ചിരുന്നു. ലോക്സഭാ തെരഞ്ഞെടുപ്പ് വരാനിരിക്കെ തന്നെ ഒരു രാഷ്ട്രീയ പ്രസംഗങ്ങൾ നടത്തിക്കൊണ്ട് ബിജെപി തെരഞ്ഞെടുപ്പ് ഒരുങ്ങുകയാണെന്നുള്ള ഒരു പ്രസ്താവന അദ്ദേഹം നടത്തിയതെന്ന് പറയാം. കേരളത്തിലെ LDF സർക്കാർ സാംസ്കാരിക മേഖലയെ നശിപ്പിക്കുകയാണെന്നും കേരളത്തിന്റെ സാംസ്കാരിക പൈതൃകത്തെ LDF ഗവൺമെന്റ് തകർക്കുന്നുവെന്നും അദ്ദേഹം ആരോപണം ഉന്നയിച്ചു. UDF-ന് ശബരിമല വിഷയത്തിൽ കോൺഗ്രസ് ഡൽഹിയിൽ ഒരു നിലപാടും കേരളത്തിൽ മറ്റൊരു നിലപാടുമാണ് അദ്ദേഹം കുറ്റപ്പെടുത്തി. ഇത്തരത്തിൽ 2 മുന്നണികൾക്കെതിരെയും കാര്യമായ വിമർശനം അദ്ദേഹം ഉന്നയിച്ചു. കൂടാതെ തന്നെ NDAയുടെ വികസന നേട്ടങ്ങൾ അദ്ദേഹം എണ്ണി പറയുകയും ചെയ്തു. പാചക വില കുറച്ച് അടക്കം, ക്രൂഡ് ഓയിൽ വിലയിൽ കുറവടക്കം കാര്യമായി തന്നെ NDAയുടെ വികസന നേട്ടങ്ങൾ എന്ന രീതിയിൽ അദ്ദേഹം പലതും ഇവിടെ അവതരിപ്പിക്കാനും ശ്രമിച്ചു. അത്തരത്തിലൊരു തെരഞ്ഞെടുപ്പ് മുന്നിലുള്ള രാഷ്ട്രീയ പ്രശ്നം തന്നെയായിരുന്നു മോദിയുടേത്. എന്തായാലും കഴിഞ്ഞ ഒരു മാസം തന്നെ 2 തവണ കേരളത്തിൽ എത്തിക്കൊണ്ട് ബിജെപിക്ക് തെരഞ്ഞെടുപ്പിൽ ബിജെപിക്ക് ഒരു ആവേശമാകാൻ അദ്ദേഹം ശ്രമിച്ചത്. പക്ഷേ അദ്ദേഹത്തിന്റെ ആദ്യ വരവിന് ശേഷവും ഇപ്പോഴും ബിജെപിയിൽ കടുത്ത ആശയവിനിമയം നിന്നൊക്കെയാണ് സ്ഥാനാർത്ഥി നിർണയത്തിലും മറ്റും. ശബരിമല സമര പരാജയവും അതുപോലെ തന്നെ സ്ഥാനാർത്ഥി നിർണയത്തിലേക്ക് എത്താൻ കഴിയാത്തതും ബിജെപിയിൽ കടുത്ത ആശങ്ക ഉണ്ടാക്കിയിട്ടുണ്ട്. ഇപ്പോൾ നേതാക്കൾ ഗ്രൂപ്പ് വിഷയങ്ങളും അതുപോലെ തന്നെ മറ്റ് സഖ്യകക്ഷികൾക്ക് എത്ര സീറ്റ് നൽകുന്ന കാര്യത്തിലും ഒരു തീരുമാനം ഇപ്പോഴും NDAക്ക് ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടില്ല. അത്തരത്തിൽ മോദിയുടെ വരവ് ബിജെപിയിൽ കേരളത്തിൽ കാര്യമായ ഗുണം ഉണ്ടാക്കില്ല എന്നത് ഉറപ്പാണ്. സംസ്ഥാന സർക്കാരിനെയും സിപിഐഎമ്മിനെയും രൂക്ഷമായി വിമർശിച്ച മോദി. സിപിഐഎം കേരളത്തിന്റെ സാംസ്കാരിക പൈതൃകത്തെ തകർക്കുന്നുവെന്നും മോദി. വിവരങ്ങളാണ് അഭിറാം നൽകിയത്. പെട്രോ കെമിക്കൽ ഉൽപാദന രംഗത്തെ വിപ്ലവത്തിനാണ് കൊച്ചി റിഫൈനറി നേതൃത്വം നൽകുന്നതെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. റിഫൈനറിയിൽ സംയോജിത വികസന പദ്ധതി നടപ്പാക്കാൻ വേണ്ടി പണിയെടുത്ത 20,000-ഓളം തൊഴിലാളികളാണ് യഥാർത്ഥ ഹീറോകളെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. 16,000 കോടി രൂപ ചെലവിൽ റിഫൈനറി നടപ്പാക്കിയ പദ്ധതികൾ രാജ്യത്തിന് സമർപ്പിക്കുകയായിരുന്നു പ്രധാനമന്ത്രി. കേരളത്തിന് മാത്രമല്ല രാജ്യത്ത് തന്നെ അഭിമാനമാണ് കൊച്ചിൻ റിഫൈനറി എന്ന് പ്രധാനമന്ത്രി പറഞ്ഞു. ഭാരത് പെട്രോളിയംസ് കൊച്ചിൻ റിഫൈനറി ഹാഡ് പ്ലേഡ് a critical role in popularizing the clean fuel LPG among masses in Kerala and neighboring states for more than 50 years. നികുതി ഇളവ് ഉൾപ്പെടെ ഒട്ടേറെ ആനുകൂല്യങ്ങൾ സംസ്ഥാന സർക്കാർ കേന്ദ്ര പൊതുമേഖലാ സ്ഥാപനങ്ങൾക്ക് നൽകി വരുന്നതായി ചടങ്ങിൽ പങ്കെടുത്ത മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു. ഈ പദ്ധതി യാഥാർത്ഥ്യമാവാൻ ആവശ്യമായ നികുതി ഇളവുകൾ നൽകുന്ന സമീപനമാണ് സംസ്ഥാന സർക്കാർ കൈക്കൊണ്ടത്. അത്തരം നിലപാടുകൾ എടുക്കുന്നത് പൊതുമേഖലയെ ശക്തിപ്പെടുത്തണമെന്ന നയപരമായ സമീപനം ഉള്ളതുകൊണ്ട് തന്നെയാണ്. ഗവർണർ പി സദാശിവം, കേന്ദ്രമന്ത്രിമാരായ ധർമ്മേന്ദ്ര പ്രധാൻ, അൽഫോൺസ് കണ്ണന്താനം, MP-മാർ, MLA-മാർ എന്നിവർ ചടങ്ങിൽ പങ്കെടുത്തു. 16,000 കോടി രൂപ ചെലവിൽ റിഫൈനറിയിൽ നടപ്പാക്കിയ വികസന പദ്ധതികൾ പ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ്തു. കൊച്ചി നാവികസേന വിമാനത്താവളത്തിൽ പ്രധാനമന്ത്രിയെ ഗവർണർ പി സദാശിവം, മന്ത്രി VS സുനിൽകുമാർ തുടങ്ങിയവർ ചേർന്ന് സ്വീകരിച്ചു. ന്യൂസ് ബ്യൂറോ, കൊച്ചി. മതാധിഷ്ഠിത സംവിധാനം കൊണ്ടുവരാനാണ് സംഘപരിവാർ ശ്രമമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. പാർലമെന്ററി ജനാധിപത്യത്തോട് സംഘപരിവാറിന് പുച്ഛമാണ്. കേന്ദ്രം നടപ്പിലാക്കാൻ ശ്രമിക്കുന്നത് RSS അജണ്ടയെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. കൊച്ചിയിൽ നടക്കുന്ന ജനകീയ ഉച്ചകോടിയിൽ പങ്കെടുത്ത് സംസാരിക്കുകയായിരുന്നു മുഖ്യമന്ത്രി. ഇപ്പോൾ ഏറ്റവും പുതിയ വിശദാംശങ്ങളുമായി കൊച്ചിയിൽ നിന്നും സിബി ചേരുന്നു. സിബി, പാർലമെന്ററി ജനാധിപത്യത്തോട് വെറും പുച്ഛമാണ് സംഘപരിവാറിന്റെ ഒരു നിലപാടെന്നും വിവിധ BJP-യുടെയും RSS-ന്റെയും രാഷ്ട്രീയ അജണ്ട വെറും വോട്ടെടുപ്പിന് മാത്രമാണെന്നും മുഖ്യമന്ത്രി സംസാരിക്കാണ്ടിരുന്നു. എന്തെല്ലാം കാര്യങ്ങളാണ് മുഖ്യമന്ത്രി സംസാരിച്ചത്? ഏറ്റവും പുതിയ വിശദാംശങ്ങൾ. കൊച്ചിയിൽ 2 ദിവസമായി നടന്ന ജനകീയ ഉച്ചകോടിയുടെ സമാപന ദിവസമാണ് ഇപ്പോൾ മുഖ്യമന്ത്രി പിണറായി വിജയൻ സംസാരിച്ചത്. പ്രധാനമായും കേന്ദ്ര സർക്കാരിന്റെ ജനവിരുദ്ധ നയങ്ങൾക്കെതിരെയും വർഗീയതയ്ക്കെതിരെയും കടുത്ത ഭാഷയിൽ വിമർശിച്ചുകൊണ്ടായിരുന്നു പിണറായി വിജയന്റെ പ്രസംഗം. പാർലമെന്ററി ജനാധിപത്യത്തോട് കേന്ദ്രത്തിന് പരമപുച്ഛമാണ്. മതാധിഷ്ഠിതമായ സംവിധാനമാണ് ഈ കൂട്ടർ ആഗ്രഹിക്കുന്നത്. പാർലമെന്റിന് അകത്ത് തന്നെ നിലവിലെ ജനാധിപത്യ നിയമങ്ങൾ
പൊളിച്ചതാണ് നീക്കമാണ് ഇവരുടെ RSS BJP ഈ ഗവൺമെന്റ് നടത്തുന്നത്. ഇതെല്ലാം കൃത്യമായ RSSന്റെ അജണ്ടകൾ പ്രകാരമാണ്. ഇതനുസരിച്ചുള്ള മുദ്രാവാക്യങ്ങളും മറുപടിയുമാണ് അവർ നടത്തുന്നത്. അതുകൊണ്ട് ഈ RSSന്റെ അജണ്ടയാണ് കേന്ദ്ര ഭരണം ഉപയോഗിച്ച് നടപ്പാക്കുന്നതും വളരെ രൂക്ഷമായ ഭാഷയിലാണ് പിണറായി വിജയൻ പ്രതികരിച്ചത്. അതോടൊപ്പം തന്നെ കേന്ദ്ര സർക്കാർ കഴിഞ്ഞ 5 വർഷം കൊണ്ട് നടപ്പാക്കിയ പല പദ്ധതികളും അവതരണത്തിനായി പ്രത്യേകിച്ച് ജനദ്രോഹ നടപടികളാണ് നടത്തിയത്. വർഗീയതയാണ് അവിടെ ഏറ്റവും വലിയ മുൻപന്തിയിൽ നിൽക്കുന്ന ഒന്ന്. ഈ സാമ്പത്തിക പരമാധികാരം സംരക്ഷിക്കണമെങ്കിൽ ഈ BJP സർക്കാർ തുടരാൻ ഇനി അനുവദിക്കരുത്. പ്രത്യേകിച്ച് മതനിരപേക്ഷത ഉയർത്തിപ്പിടിക്കണമെങ്കിലും ന്യൂനപക്ഷങ്ങൾക്ക് ശരിയായ സംരക്ഷണം നൽകണമെങ്കിലും ഈ സർക്കാരിന് ഒരിക്കലും കഴിയില്ല എന്ന് അതിനോട് തന്നെ വ്യക്തമാക്കിയിരിക്കുന്നു. GST അതുപോലെ നോട്ട് നിരോധനം തുടങ്ങിയ എല്ലാം തന്നെയും പാടുന്ന ഒരു സാഹചര്യമുണ്ടായി. ജനങ്ങളുടെ ജീവിതം തന്നെ തുലയുന്ന ഒരു സാഹചര്യമുണ്ടായി. അതോടൊപ്പം തന്നെ മറ്റ് വർഗീയത ആൾക്കൂട്ട കൊലപാതകങ്ങൾ വർഗീയത എല്ലാം തന്നെ ആളിക്കത്തിക്കാനുള്ള ശ്രമമാണ് നടത്തുന്നത്. ന്യൂനപക്ഷങ്ങളെയും ദളിതരെയും സ്ത്രീകളെ അടക്കങ്ങളെല്ലാം തന്നെയും പീഡിപ്പിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നു. ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും ഗവേഷണ സ്ഥാപനങ്ങൾ വരെ എല്ലാം തന്നെയും സംഘപരിവാറിന്റെ കേന്ദ്രങ്ങളാക്കി മാറ്റാനാണ് അവർ ശ്രമിക്കുന്നത്. ജുഡീഷ്യറി പോലും അസഹ്യമായ രീതിയിൽ ഇടപെടുന്നു. അതിസമ്പന്നമായ പൊതുസമ്പത്ത് കൊള്ളടിക്കാനുള്ള അവസരമായാണ് BJP നമുക്ക് നൽകുന്നത്. ഇത്തരത്തിലുള്ള എല്ലാ മേഖലകളിലും പരാമർശിച്ചിട്ടുണ്ടായിരുന്നു മുഖ്യമന്ത്രി 2 മണിക്കൂറോളം നീണ്ട പ്രസംഗം അദ്ദേഹം നടത്തിയത്. ഇതോടൊപ്പം തന്നെ ഇതിനെല്ലാം തന്നെ ഒത്താശ നൽകുന്ന സമീപനമാണ് കോൺഗ്രസ് നടത്തുന്നത്. ഇത്തരത്തിൽ അതുകൊണ്ട് തന്നെ അതിശക്തമായ ജനവികാരം RSSനും BJPക്കും എതിരെ ഇപ്പോൾ ഉയർന്നു കഴിഞ്ഞിട്ടുണ്ട്. ഇത് മുതലാക്കിക്കൊണ്ട് ഇടതുപക്ഷത്തിന് മുന്നോട്ട് പോകാൻ കഴിയണം. വരുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷം വലിയ നേട്ടം തന്നെ ഉണ്ടാക്കും. ഇതിനായി പ്രവർത്തകർ ഇപ്പോൾ തന്നെ പ്രവർത്തിച്ചു തുടങ്ങണം. ഈ ഒരു സാഹചര്യത്തിൽ മറുവശത്ത് BJPയും കോൺഗ്രസും ഒരുപോലെ കൈകോർത്ത് പിടിച്ചുകൊണ്ട് വർഗീയതയുമായി മുന്നോട്ട് വരാൻ കഴിയും. വരുന്ന സമീപനം ഉണ്ടാകും. ഇതിനെ പ്രതിരോധിക്കാനുള്ള എല്ലാ പ്രവർത്തനങ്ങളും പ്രവർത്തകരുടെ ഭാഗത്ത് ഉണ്ടാകുമെന്നും അദ്ദേഹം പറയുകയുണ്ടായി. പ്രത്യേകിച്ച് മറ്റുള്ള എല്ലാ മേഖലകളും എല്ലാം ഇതിനെ പരാമർശിച്ചുകൊണ്ടുള്ള ഒരു പ്രസംഗമായിരുന്നു നടത്തിയത്. പശുവിനെ പോലും രാഷ്ട്രീയമായി ഉപയോഗിക്കുന്ന ഒരു രീതിയിലേക്കാണ് BJP നടത്തിയത്. നമ്മുടെ പുരാണ സംഭവങ്ങളെ പോലും ശാസ്ത്രീയമായ രീതിയിൽ ശാസ്ത്ര കോൺഗ്രസിൽ പോലും അവതരിപ്പിക്കുന്നു. രാമക്ഷേത്രം പണിയാൻ വേണ്ടി അധികാരത്തിലെത്തിയ രാമക്ഷേത്രം പണിയാമെന്നാണ് ഇപ്പോൾ കോൺഗ്രസും പറയുന്നത്. അങ്ങനെ BJPയും കോൺഗ്രസും ഒരേ നാണയത്തിന്റെ ഇരുവശങ്ങളാണെന്ന് വ്യക്തമാക്കിക്കൊണ്ടായിരുന്നു മുഖ്യമന്ത്രി പിണറായി വിജയന്റെ പ്രസംഗം. എന്തായാലും ഈ വരുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷം കേരളത്തിൽ വലിയ നേട്ടമുണ്ടാക്കും. അതോടൊപ്പം തന്നെ BJP ഇതര സഖ്യങ്ങൾ വിവിധ സംസ്ഥാനങ്ങൾ രൂപപ്പെട്ടു വരികയാണ്. ഈ സഖ്യങ്ങൾക്ക് കരുത്തു വരുന്ന രീതിയിലുള്ള പ്രവർത്തനമാണ് നടക്കേണ്ടത്. അത്തരത്തിൽ BJP അധികാരത്തിൽ വരാതിരിക്കാനുള്ള എല്ലാ ശ്രമങ്ങളും ഇടതുപക്ഷത്തിന്റെ ഭാഗത്തുനിന്നും ഉണ്ടാകണം. അതിനുവേണ്ടി പ്രവർത്തിക്കണമെന്ന് ഉറക്കെ പ്രഖ്യാപിച്ചിട്ടുണ്ടായിരുന്നു മുഖ്യമന്ത്രി പിണറായി വിജയൻ 2 മണിക്കൂറോളം ഈ ജനകീയ സദസ്സ് സമാപിച്ചുകൊണ്ട് അദ്ദേഹം പ്രസംഗിച്ചത്. വരുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ LDF വൻ വിജയം കരസ്ഥമാക്കുമെന്ന ഊർജ്ജനായിരുന്നു മുഖ്യമന്ത്രി ജനകീയ പരിപാടിയിൽ കൊച്ചിയിൽ സംസാരിച്ചത്. വിവരങ്ങളാണ് കൊച്ചിയിൽ നിന്നും സിബി നൽകിയത്. മലയാളികളെ അപമാനിച്ച് കേന്ദ്രമന്ത്രി അൽഫോൺസ് കണ്ണന്താനം. അംഗീകാരം ലഭിക്കുന്നതുവരെ പരിഹസിക്കുന്നത് മലയാളികളുടെ ജനിതക പ്രശ്നമെന്ന് കണ്ണന്താനം. ഈ ജനിതക പ്രശ്നമുള്ളതുകൊണ്ടാണ് പത്മഭൂഷൺ ജേതാവായ നമ്പി നാരായണനെ സെൻകുമാർ വിമർശിച്ചതെന്നും കണ്ണന്താനത്തിന്റെ പരാമർശം. RSSന്റെ കൊള്ളരുതായ്മകൾക്ക് മലയാളികളെ പഴിചാരേണ്ട കാര്യമില്ലെന്നും M സ്വരാജിന്റെ മറുപടി. നമ്പി നാരായണന് പത്മഭൂഷൺ ശുപാർശ ചെയ്തത് BJP MPയായ രാജീവ് ചന്ദ്രശേഖർ. ശുപാർശ പരിശോധിച്ച് രാഷ്ട്രപതിക്ക് നൽകിയത് BJP ഭരിക്കുന്ന കേന്ദ്ര സർക്കാർ. ഇത് അംഗീകരിച്ചാണ് നമ്പി നാരായണൻ രാഷ്ട്രപതി പത്മഭൂഷൺ നൽകുന്നതായി പ്രഖ്യാപിച്ചത്. എന്നാൽ ഇതിനെതിരെ പരസ്യമായി രംഗത്ത് വന്നത് സമീപകാലത്ത് കേരളത്തിൽ BJPയുടെ നാക്കായി മാറിയ സെൻകുമാർ മാത്രമാണ്. എന്നാൽ കേന്ദ്രമന്ത്രി അൽഫോൺസ് കണ്ണന്താനം ആവട്ടെ സെൻകുമാറിന്റെ പ്രസ്താവന മലയാളി സമൂഹത്തിന്റെ മൊത്തത്തിലുള്ള ജനിതക പ്രശ്നമായി പരിഹസിക്കുന്നു. നല്ല കാര്യം എവിടെ നിന്നാലും ഏത് മലയാളിക്ക് സംഭവിച്ചാലും അതെല്ലാം നമ്മൾ ഒരുമിച്ച് ആഘോഷിക്കേണ്ട കാര്യങ്ങളാണ്. പക്ഷെ നമുക്കൊരു ചെറിയ പ്രശ്നമുണ്ട് ഇവിടെ. എന്തെങ്കിലും നല്ലത് മലയാളിക്ക് കിട്ടിയാൽ അതിനെ പാറ വെക്കാൻ ഏറ്റവും മുമ്പിൽ നിൽക്കുന്ന മലയാളി തന്നെയാണ്. അങ്ങനെ നമുക്ക് മാനസികമായ ചെറിയൊരു DNA പ്രശ്നമുണ്ട് നമുക്ക്. RSSന്റെ കൊള്ളരുതായ്മയ്ക്ക് എന്തിനാണ് കണ്ണന്താനം മലയാളികളെ പഠിക്കുന്നതെന്ന് M സ്വരാജും പ്രതികരിച്ചു. ഒരു സമൂഹത്തെ മുഴുവൻ ആക്ഷേപിക്കുകയാണല്ലോ ചെയ്യുന്നത്. നിങ്ങളുടെ പ്രശ്നത്തിന് നിങ്ങൾ ഒരു സമൂഹത്തെ ആക്ഷേപിക്കുന്നതിന് RSSകാരുടെ വിവരമില്ലായ്മയ്ക്കും സഹജമായിട്ടുള്ള അബദ്ധങ്ങൾ പറയുന്നതിനും അപഹാസ്യമായ നിലപാട് സ്വീകരിക്കുന്നതിനും ഒരു സമൂഹത്തെ എന്തിനാ പഠിക്കേണ്ട കാര്യം? മുഖ്യമന്ത്രിയായിരുന്ന K കരുണാകരനെ താഴെയിറക്കാൻ ഉമ്മൻചാണ്ടി ഉൾപ്പെടെയുള്ള A ഗ്രൂപ്പ് നേതാക്കളും സെൻകുമാർ ഉൾപ്പെടെയുള്ള പോലീസ് ഉദ്യോഗസ്ഥരും ചേർന്ന് കെട്ടിച്ചമച്ചുണ്ടാക്കിയതാണ് ചാരക്കേസെന്ന് വ്യക്തമായിരുന്നു. എന്നാൽ സെൻകുമാറിന്റെ ആരോപണത്തോട് പ്രതികരിക്കാൻ ഉമ്മൻചാണ്ടി തയ്യാറല്ല. കേന്ദ്ര ഗവൺമെന്റ് നൽകിയ അംഗീകാരമല്ലേ? അതിനെ സെൻകുമാറിന്റെ പ്രസ്താവന എങ്ങനെയാണ് സാർ കാണുന്നത്? അല്ല, ഒരു വിവാദമാക്കേണ്ട ആവശ്യം സാർ.
ഇതിനിടയിൽ മനുഷ്യാവകാശ പ്രവർത്തകനായ നൌഷാദ് തെക്കേതിൽ സെൻകുമാറിനെതിരെ നടപടി ആവശ്യപ്പെട്ട് മുഖ്യമന്ത്രിക്ക് പരാതിയും നൽകി. ന്യൂസ് ഡെസ്ക്. നമ്പിനാരായണനെതിരായ സെൻകുമാറിന്റെ പ്രസ്താവന മാന്യതയില്ലാത്തതെന്ന് സ്പീക്കർ ശ്രീരാമകൃഷ്ണൻ. അവാർഡിന്റെ യുക്തി അത് നിശ്ചയിക്കുന്ന കമ്മിറ്റികളുടെ താൽപര്യമാണ്. അത് അംഗീകരിക്കാതെ കുറ്റപ്പെടുത്തുന്നത് അപഹാസ്യമാണെന്നും സ്പീക്കർ വ്യക്തമാക്കി. എന്ത് യുക്തിയുടെ അടിസ്ഥാനത്തിലാണ് കൊടുത്തതെന്നുള്ളതിനെ സംബന്ധിച്ച് അവാർഡ് കൊടുത്തവർക്കൊരു യുക്തിയുണ്ട്. അതിനെക്കുറിച്ച് അന്വേഷിക്കുകയോ മനസ്സിലാക്കുകയോ ചെയ്യാതെ ഒരു അവാർഡ് ലഭിച്ചയാളെ ആ നിമിഷം തന്നെ ആക്ഷേപിക്കാൻ മുതിരുന്നത് എന്തിൻ്റെ പേരിലായാലും അത്ര മാന്യമായൊരു ഇടപാടല്ല. ആ ലോജിക്ക് എന്തായിരുന്നു എന്നുള്ളത് അന്വേഷിക്കുകയോ മനസ്സിലാക്കുകയോ ചെയ്യാതെ അതിനെ സംബന്ധിച്ചൊരു അഭിപ്രായം എടുത്തിയാടി പറയുന്നത് അത് അപഹാസ്യമായൊരു കാര്യം. സർക്കാർ സഹായമില്ലാതെ KSRTC സ്വയം പര്യാപ്തതയിലേക്ക്. 25 വർഷത്തിന് ശേഷം KSRTC ജീവനക്കാരുടെ ശമ്പളം സ്വന്തം വരുമാനത്തിൽ നിന്നും നൽകും. ബാങ്ക് ലോണോ സർക്കാർ സഹായമോ ഇല്ലാതെയാണ് KSRTCയുടെ ഈ നേട്ടം. ശബരിമല വരുമാനമാണ് ഈ നേട്ടത്തിന് പിന്നിൽ. സർക്കാരിന്റെയോ ബാങ്കുകളുടെയോ സഹായമില്ലാതെ സ്വന്തം വരുമാനത്തിൽ നിന്ന് ജീവനക്കാർക്ക് ശമ്പളം കൊടുക്കുക കഴിഞ്ഞ 25 വർഷമായി ചിന്തിക്കാൻ പോലും കഴിയാതിരുന്ന സ്വപ്ന നേട്ടമാണ് KSRTC കയ്യെത്തി പിടിച്ചിരിക്കുന്നത്. KSRTC CMD ടോമിൻ തച്ചങ്കരി വാർത്താക്കുറിപ്പിലാണ് ഇക്കാര്യം അറിയിച്ചത്. ജനുവരി മാസത്തെ ശമ്പളം സ്വന്തം നെറ്റിയിലെ വിയർപ്പിന്റെ പ്രതിഫലനമാണെന്ന് ജീവനക്കാർക്കും അഭിമാനിക്കാം. ശബരിമല സർവീസിൽ നിന്ന് 3 ഇരട്ടി വരുമാനം ലഭിച്ചതാണ് ചരിത്ര നേട്ടത്തിന് ആധാരമാവാൻ കാരണം. 45.2 കോടി രൂപയാണ് ശബരിമല വഴി മാത്രം KSRTCക്ക് ലഭിച്ചത്. KSRTCയിൽ നടപ്പിലാക്കിയ ഡ്യൂട്ടി പരിഷ്കാരങ്ങളും പരസ്യ വരുമാനത്തിലെ കുതിച്ചുചാട്ടവും KSRTCയെ തുണച്ചെന്ന് മാനേജ്മെന്റ് വിലയിരുത്തുന്നു. കൂടാതെ നിരത്തിലിറക്കിയ ഇലക്ട്രിക് ബസ്സുകൾ വഴി ഇന്ധന ലാഭമുണ്ടായതും ആദായകരമായി. കൊറിയർ സർവീസുകൾ നടപ്പിലാക്കിയതുവഴി 7 കോടി രൂപ അധികമായി ലഭിച്ചു. മൊബൈൽ ടവറുകൾ സ്ഥാപിച്ചതുവഴി 24 കോടി രൂപ ലഭിച്ചു. കർശനമായ സാമ്പത്തിക അച്ചടക്കം പാലിച്ചതും വരുമാന വർധനവിന് കാരണമാണ്. 31,270 ജീവനക്കാരുള്ള സ്ഥാപനത്തിന് ശമ്പളം കൊടുക്കണമെങ്കിൽ ഒരു മാസം 90 കോടിയിലധികം രൂപ വേണ്ടിവരും. നിലവിൽ 20 മുതൽ 50 കോടി രൂപ വരെ സർക്കാരും 50 കോടി രൂപ ബാങ്ക് വായ്പയും ലഭിക്കുന്നതുകൊണ്ടാണ് ജീവനക്കാർക്ക് ശമ്പളം നൽകാൻ കഴിഞ്ഞിരുന്നത്. LDF സർക്കാരിന് കീഴിൽ പൊതുമേഖലാ സ്ഥാപനങ്ങൾ ലാഭത്തിലായി വരികയാണ്. അതിനിടയിൽ കേരളത്തിലെ ഏറ്റവും വലിയ പൊതുമേഖലാ സ്ഥാപനമായ KSRTC കൂടി പതിയെ എണീറ്റു നിൽക്കുന്നു എന്നത് ആശ്ചര്യകരവും അതിലേറെ അഭിമാനകരവുമാണ്. എസ് ജീവൻകുമാർ, തിരുവനന്തപുരം. വരുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ ഉത്തരേന്ത്യൻ മാതൃക പിന്തുടരാൻ സംഘപരിവാറിന്റെ ആലോചന. ഹിന്ദു ഐക്യവേദി നേതാവ് KP ശശികലയും പ്രതിരോധ മന്ത്രി നിർമ്മലാ സീതാരാമനെയും വത്സൻ തില്ലങ്കേരിയും സ്ഥാനാർത്ഥികളായി പരിഗണിക്കുന്നുവെന്ന സൂചന. തൃശൂരിൽ സീറ്റിനെ ചൊല്ലി മുരളീധരൻ കൃഷ്ണദാസ് തമ്മിൽ നേർക്കുനേർ. സീറ്റ് വിഭജന ചർച്ചകൾക്കായി NDA യോഗം ഈ മാസം അവസാനം ചേർന്നേക്കും. ശബരിമല വിഷയം കൈകാര്യം ചെയ്യുന്നതിലടക്കം സംഘപരിവാർ പ്രസ്ഥാനങ്ങൾക്ക് നാണക്കേടുണ്ടാക്കിയ BJPക്ക് പകരമായി തീവ്രമുഖമുള്ള ഹൈന്ദവ നേതാക്കൾ മത്സരത്തിനിറങ്ങണമെന്ന താഴെത്തട്ടിലെ ചിന്തയാണ് നിലവിലെ ട്രാക്ക് മാറിയോടാൻ RSS നേതാക്കളെ പ്രേരിപ്പിക്കുന്നത്. കാലങ്ങളായി തീവ്ര നിലപാടെടുക്കുന്ന KP ശശികല, RSS നേതാവ് വത്സൻ തില്ലങ്കേരി, ഹിന്ദു ഐക്യവേദി നേതാവ് രവീശ തന്ത്രി എന്നിവർ BJP ടിക്കറ്റിൽ മത്സരിക്കുമെന്നാണ് സൂചന. KP ശശികലയെ പത്തനംതിട്ടയിൽ മത്സരിപ്പിക്കാൻ ആലോചിക്കുന്ന വിവരം സംഘപരിവാർ വൃത്തത്തിലുള്ളവർ BJP നേതാക്കളോട് ആശയവിനിമയം നടത്തിയതായും വിവരമുണ്ട്. വോട്ട് വിഹിതത്തിൽ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 2ാം സ്ഥാനത്തെത്തിയ തിരുവനന്തപുരം മണ്ഡലത്തിൽ പ്രതിരോധ മന്ത്രി നിർമ്മലാ സീതാരാമൻ മത്സരിച്ചേക്കുമെന്നും സൂചനയുണ്ട്. ശശി തരൂർ ഇടതുമുന്നണി ദ്വന്ദ്വത്തോട് ഏറ്റുമുട്ടാൻ പ്രാപ്തിയുള്ള ദേശീയ നേതാവെന്ന പരിവേഷവും നിർമ്മലാ സീതാരാമന് അനുകൂല ഘടകമായി BJP കേന്ദ്ര നേതൃത്വം വിലയിരുത്തുന്നു. PS ശ്രീധരൻപിള്ള, കുമ്മനം രാജശേഖരൻ, സുരേഷ് ഗോപി എന്നീ പേരുകളും ആലോചനയിലുണ്ടെങ്കിലും തിരുവനന്തപുരം കേന്ദ്ര നേതൃത്വത്തിന്റെ സീറ്റാവാനാണ് സാധ്യത. മേൽക്കൈയുണ്ടെന്ന് BJP കരുതുന്ന മറ്റൊരു മണ്ഡലമായ തൃശൂരിൽ K സുരേന്ദ്രനും AN രാധാകൃഷ്ണനും നേർക്കുനേർ നിൽക്കുകയാണ്. മണലൂരിൽ മത്സരിച്ചതു മുതൽ AN രാധാകൃഷ്ണൻ നോട്ടമിട്ടിരുന്ന സീറ്റിൽ K സുരേന്ദ്രൻ അപ്രതീക്ഷിതമായി രംഗപ്രവേശനം ചെയ്തതാണ് തൃശൂരിലെ സന്തുലിതാവസ്ഥ തെറ്റിച്ചത്. തൃശൂരിലെ ജില്ലാ പാർട്ടിക്ക് വേണ്ടി അധ്യക്ഷൻ നാഗേഷ് സുരേന്ദ്രന് വേണ്ടി ചരടുവലിക്കുന്നു. മറ്റൊരു പ്രധാന സീറ്റായ കാസർഗോഡ് PK കൃഷ്ണദാസ്, ജില്ലാ അധ്യക്ഷൻ ശ്രീകാന്ത് എന്നിവരുടെ പേരുകൾ പരിഗണനയിലുണ്ടെങ്കിലും ഹിന്ദു ഐക്യവേദി നേതാവ് രവീശ തന്ത്രിയുടെ പേരിനാണ് മുൻതൂക്കം. കണ്ണൂരിൽ വത്സൻ തില്ലങ്കേരി മത്സരിക്കണമെന്ന് ഒരു വിഭാഗം നേതാക്കൾക്ക് താൽപര്യമുണ്ട്. തില്ലങ്കേരിക്ക് താൽപര്യമില്ലെങ്കിൽ മാത്രം CK പത്മനാഭൻ സ്ഥാനാർത്ഥിയായേക്കും. കണ്ണൂരിലും വടകരയിലും പ്രമുഖ RSS നേതാവ് സദാനന്ദൻ മാസ്റ്ററുടെ പേരും പരിഗണനയിലുണ്ട്. MD രമേശ് കോഴിക്കോടും BJPയുടെ ആദ്യത്തെ നഗരസഭാ അധ്യക്ഷ പ്രമീള ശശിധരനെ പാലക്കാട്ടും പരിഗണിക്കുന്നുണ്ടെന്നാണ് സംഘപരിവാർ വൃത്തങ്ങൾ നൽകുന്ന സൂചന.
മണ്ഡലങ്ങളുടെ പ്രാധാന്യം പരിഗണിച്ച് 10 മുതൽ 20 കോടി രൂപ വരെ നൽകാൻ കേന്ദ്ര നേതൃത്വം തയ്യാറാണ്. ഈ പണവും ഇലക്ഷൻ പിരിവും മത്സരാർത്ഥികളെ മോഹിപ്പിക്കുന്നുണ്ട്. സീറ്റ് വിഭജന ചർച്ചകൾക്കായി NDA യോഗം ഈ മാസം ജനുവരി 29 ചേർന്നേക്കും. അതിനുശേഷം BJPയിലെ സീറ്റുകളുടെ ചർച്ചകളിലേക്ക് കടക്കാനാണ് നിലവിലെ ധാരണ. എസ് ജീവൻകുമാർ, തിരുവനന്തപുരം. അർദ്ധരാത്രിയിൽ വാറണ്ട് പോലുമില്ലാതെ ജില്ലാ കമ്മിറ്റി ഓഫീസിൽ ചൈത്ര IPSന്റെ നേതൃത്വത്തിൽ പോലീസ് പരിശോധന നടത്തിയത് മാധ്യമ ശ്രദ്ധ പിടിച്ചുപറ്റാനെന്ന CPIM ജില്ലാ സെക്രട്ടറി ആനൂർ നാഗപ്പൻ. അനധികൃതമായ റെയ്ഡ് നടത്തിയവർക്കെതിരെ നടപടിയെടുക്കണമെന്നും പരിശോധനയ്ക്കെത്തിയപ്പോൾ ഉദ്യോഗസ്ഥരെ തടഞ്ഞെന്ന വാദം തെറ്റെന്നും അദ്ദേഹം പറഞ്ഞു. അതേസമയം DCP ചൈത്രയ്ക്കെതിരെയുള്ള അന്വേഷണ റിപ്പോർട്ട് നാളെ ADGP മനോജ് എബ്രഹാം DGPക്ക് കൈമാറും. ജനുവരി 24 രാത്രി 11:45ഓടെയാണ് CPIMന്റെ തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റി ഓഫീസിലേക്ക് DCP ചൈത്ര തെരേസയുടെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം പരിശോധനയ്ക്കെത്തുന്നത്. പരിശോധനയ്ക്കെത്തിയ ഉദ്യോഗസ്ഥരെ ജില്ലാ സെക്രട്ടറി ആനാവൂർ നാഗപ്പന്റെ നേതൃത്വത്തിൽ തടഞ്ഞുവിരട്ടിയെന്നാണ് ചില മാധ്യമങ്ങളിൽ വന്ന വാർത്ത. എന്നാൽ പാർട്ടി ഓഫീസിലെത്തിയ പോലീസ് സംഘത്തെ ആരെങ്കിലും തടയുന്നതായിട്ടോ വിരട്ടുന്നതായിട്ടോ സ്ഥലത്തെ CCTVയിലില്ല. സംഭവസ്ഥലത്തില്ലായിരുന്ന തനിക്കെങ്ങനെ ഇവരെ തടയാനാകുമെന്നും അർദ്ധരാത്രിയിൽ വാറണ്ട് പോലുമില്ലാതെ ജില്ലാ കമ്മിറ്റി ഓഫീസിൽ പരിശോധന നടത്തിയത് മാധ്യമശ്രദ്ധ പിടിച്ചുപറ്റാനാണെന്നും CPIMന്റെ ജില്ലാ സെക്രട്ടറി ആനാവൂർ നാഗപ്പൻ പറഞ്ഞു. പോലീസ് സ്റ്റേഷനിലേക്ക് ബോംബെറിഞ്ഞ പ്രതികളെ പിടിക്കാൻ BJPയുടെ പാർട്ടി ഓഫീസുകൾ റെയ്ഡ് നടത്താത്ത പോലീസാണ് CPIMന്റെ പാർട്ടി ഓഫീസ് റെയ്ഡ് നടത്തിയത്. റെയ്ഡിൽ ഗൂഢാലോചനയുണ്ട്. അതിനാൽ കുറ്റക്കാരായ ഉദ്യോഗസ്ഥർക്കെതിരെ കർശന നടപടിയെടുക്കണമെന്നും അദ്ദേഹം പറഞ്ഞു. എന്തായാലും നിയമസഭാ സമ്മേളനം ചെയ്തതിന് തലേദിവസം ഈ കാണിച്ചത് ശരിയായ രീതിയായിരുന്നില്ല, ബോധപൂർവമായിരുന്നു. അതുകൊണ്ട് ആവശ്യമായ തീരുമാനം ഗവൺമെൻറ് എടുക്കണം എന്ന അഭ്യർത്ഥന ഞങ്ങൾ ഗവൺമെൻറ് മുമ്പിൽ വച്ചിട്ടുണ്ട്. ഗവൺമെൻറ് ചെയ്യും എന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത്. അനധികൃതമായി റെയ്ഡ് നടത്തിയ DCP ചൈത്രയ്ക്കെതിരെയുള്ള അന്വേഷണ റിപ്പോർട്ട് നാളെ നൽകും. ADGP മനോജ് എബ്രഹാം DGPക്കാണ് റിപ്പോർട്ട് കൈമാറുന്നത്. CPIMന്റെ പരാതിയെ തുടർന്നായിരുന്നു ചൈത്രയ്ക്കെതിരെ അന്വേഷണം നടത്തിയത്. നേരത്തെ DCPയുടെ ചുമതലയുണ്ടായിരുന്ന ചൈത്ര തെരേസ ADGPക്ക് വിശദീകരണം നൽകിയിരുന്നു. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. ലോകപ്രശസ്ത ശാസ്ത്രജ്ഞൻ ഡോക്ടർ KS മണിലാലിന് ജൈവ ജാഗ്രത പുരസ്കാരവും ക്യാഷ് അവാർഡും സ്പീക്കർ ശ്രീരാമകൃഷ്ണൻ സമ്മാനിച്ചു. ഡോക്ടർ KS മണിലാലിന്റെ കോഴിക്കോട്ടെ വസതിയിലെത്തിയാണ് പുരസ്കാരം സമ്മാനിച്ചത്. 17ാം നൂറ്റാണ്ടിൽ ലാറ്റിൻ ഭാഷയിൽ രചിക്കപ്പെട്ട ഹോർത്തൂസ് മലബാറിക്കൂസ് എന്ന പുസ്തകം ലാറ്റിൽ നിന്ന് ഇംഗ്ലീഷിലേക്കും ഇംഗ്ലീഷിൽ നിന്ന് മലയാളത്തിലേക്കും പരിഭാഷപ്പെടുത്തിയ ലോകത്തിലെ തന്നെ ഏക ശാസ്ത്രജ്ഞനാണ് KS മണിലാൽ. പ്രധാന രംഗത്തെ പെൺകൂട്ടായ്മയായ സമതയാണ് പുരസ്കാരം നൽകി ആദരിച്ചത്.